ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമുക്ക് ബയോളജി പഠിക്കാം. അതിലെ 5th ചാപ്റ്ററായ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, വൈവിധ്യം നിലനിൽപ്പിന്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 3rd പാർട്ടാണ്. 2nd പാർട്ടിൽ നമ്മൾ വംശനാശം സംഭവിച്ച അനിമൽസിനെ കുറിച്ച് പഠിച്ചു അല്ലേ, എക്സ്റ്റിങ്ക്റ്റ് അനിമൽസ്. അതുപോലെ അനിമൽസ് വിച്ച് ആർ ഓൺ ദ വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ, വംശനാശ ഭീഷണി നേരിടുന്ന ചില ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെറ്റ് us പ്രിസർവ് ഡൈവേഴ്സിറ്റി, വൈവിധ്യം സംരക്ഷിക്കാം. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ നിലനിൽക്കുകയുള്ളൂ. ജൈവ വൈവിധ്യത്തോടുള്ള വിവേകപൂർണമായ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ അല്ലേ. അതിന് ബയോഡൈവേഴ്സിറ്റിയോടുള്ള നമ്മുടെ വൈസ് അപ്രോച്ച് എങ്ങനെയായിരിക്കണമെന്നാണ് ഇതിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാ നോക്കൂ, ബയോഡൈവേഴ്സിറ്റി, നോ, പ്രൊട്ടക്റ്റ്, യൂസ് അല്ലേ. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അറിയുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക. അറിയുക എന്ന് പറയുമ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി, എന്താണ് ജൈവ വൈവിധ്യം എന്നറിയണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ, നമുക്ക് അവയിൽ നിന്നും ലഭിക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, സേവനങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ഹൗ ടു കൺസേർവ് ഇറ്റ്, എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. പിന്നെന്താണ്, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ, ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കണം. പിന്നെന്താണ്, ഉപയോഗിക്കുക. ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിന് ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കണം അല്ലേ. ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അതിൻ്റെ സർവീസ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അറിയുക, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അത് കൺസേർവ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷന് വേണ്ടി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് സംഘടനകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായോ? there are many national and international organizations and legal systems working for the conservation of biodiversity. The government conserves bio-rich areas, declaring them as protected areas. സർക്കാർ ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംരക്ഷിക്കേണ്ട പ്രദേശങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സർക്കാർ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. അപ്പോൾ 2 തരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണുള്ളത്. 2 types ഓഫ് കൺസർവേഷൻ മെത്തേഡ്സ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? there are 2 types ഓഫ് കൺസർവേഷൻ മെത്തേഡ്സ്. ഒന്നാമത്തേത് ഇൻസിറ്റു കൺസർവേഷൻ, അടുത്തത് എക്സിറ്റു കൺസർവേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ എന്നും എക്സിറ്റു കൺസർവേഷൻ എന്നും 2 രീതിയിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളുണ്ട്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. മനസ്സിലായോ? അതായത് ഈ ജീവജാലങ്ങൾ അവ ജീവിക്കുന്ന ആ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അവ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും മാറി കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കപ്പെടുന്നു. മൃഗശാലയൊക്കെ എങ്ങനെയാണ്, മൃഗങ്ങളെ ആ മൃഗശാലയിൽ അവയ്ക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി സംരക്ഷിക്കുന്ന രീതിയാണ് അല്ലേ. അതാണ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ 2 തരത്തിലുള്ള കൺസർവേഷൻ മെത്തേഡ് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഇനി ഇവ ഓരോന്നിനും എക്സാമ്പിൾസ് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ. ഒന്നാമത്തേത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതങ്ങൾ. അതെന്താണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ? ദീസ് ആർ ഫോറസ്റ്റ് ഏരിയാസ് ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ടു പ്രിവെൻറ്റ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് ബൈ പ്രൊട്ടക്റ്റിംഗ് ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ
വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ടു പ്രിവെൻറ്റ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് ബൈ പ്രൊട്ടക്റ്റിംഗ് ദ എക്കോസിസ്റ്റം. പേപ്പാറ, പെരിയാർ, വയനാട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള ഏതൊക്കെയാണ്? പേപ്പാറ, പെരിയാർ, വയനാട് എക്സെട്ര. മനസ്സിലായല്ലോ. അടുത്ത് നാഷണൽ പാർക്സ് ആണ്. നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്സ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്സ് എലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏരിയ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. അപ്പോൾ നാഷണൽ പാർക്കിൽ ജീവികൾ മാത്രമല്ല, അവിടുത്തെ എന്താണ്, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കപ്പെടുന്നു. ഇനി കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്? ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടി ഷോല, മതികെട്ടാൻ ഷോല, പാമ്പാടും ഷോല. മനസ്സിലായോ? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇവയിൽ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. മനസ്സിലായോ? ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വരയാടുകളാണ്, അല്ലേ? വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി റിസർവുകൾ. എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനുദാഹരണമാണ്. കമ്മ്യൂണിറ്റി റിസർവ്സ് ആർ ദ ഏരിയാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പബ്ലിക്. ദീസ് ആർ ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് located in populated areas. The Kadalundi Community Reserve spread over the districts of Malappuram and Kozhikode is an example. മനസ്സിലായോ? അപ്പോൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. എക്സാമ്പിൾ ഏതാണ്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. അടുത്തത് ബയോസ്ഫിയർ റിസർവ്സ്. ബയോസ്ഫിയർ റിസർവുകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണിത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. എന്താണ്? ദീസ് ആർ വാസ്റ്റ് റീജിയൻസ് ഡിസൈൻഡ് വിത്ത് ആൻ എയിം ടു പ്രൊട്ടക്ട് വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് റിസോഴ്സസ്. ബയോസ്ഫിയർ റിസർവ്സ് ലൈക്ക് Nilgiris and Agasthyar Koodam include areas belonging to Kerala too. എന്താണ്? നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്? നീലഗിരി, അഗസ്ത്യമല. മനസ്സിലായോ? ഇനി അടുത്ത് കാവുകളാണ്. എന്താണ് സാക്രഡ് ഗ്രൂവ്സ്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. എന്താണ് സാക്രഡ് ഗ്രൂവ്സ്? ദീസ് ആർ സ്മോൾ ഏരിയാസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റഡ് ഇൻ റീജിയൻസ് ഇൻഹാബിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അല്ലേ? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ്. ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ മെനി ഓഫ് ദീസ് വിച്ച് വെയർ ഹൈലി ബയോ റിച്ച് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്. അപ്പോൾ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പത്തായിരുന്ന കാവുകൾ പലതും നശിച്ചു. ഓൺലി എ ഫ്യൂ ആർ റിമൈനിങ് നൗ. എന്നാൽ ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. Sacred groves play an important role in the conservation of water in the region too. കാവുകൾ ജലത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതാ കണ്ടോ കാവിൻ്റെ പിക്ചർ. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ആണ്. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ? തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും
ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ആർ ഏരിയാസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ബട്ട് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ. ഈച്ച് ഹോട്ട്സ്പോട്ട് ഈസ് ഇക്കോളജിക്കലി എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അല്ലേ, അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ഔട്ട് ഓഫ് ദ 34 hotspots all over the world, 3 of them are in India. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. They are the Western Ghats, North Eastern Himalayas and the Indo-Burma region. ഏതൊക്കെയാണ് 3? പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല. അപ്പോൾ എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ്. അപ്പോൾ ലോകത്താകമാനം 34 ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതിൽ 3 ഇന്ത്യയിലാണ്. ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലോ. വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടം, നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ റീജിയൻ ഇൻഡോ ബർമ മേഖല. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ സ്യൂട്ടബിളി. ഇൻസിറ്റു കൺസർവേഷനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ഇൻസിറ്റു കൺസർവേഷൻ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്സ്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്. ഇതാ നോക്കൂ, വന്യജീവി സങ്കേതം അല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റംസ്, ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷ. വന്യജീവി സങ്കേതത്തിൽ എന്താണ്? എക്കോസിസ്റ്റം പ്രൊട്ടക്ഷനാണ് അല്ലേ. അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, വന്യജീവികളുടെ വംശനാശം തടയുക. എക്സാമ്പിൾ എന്താണ്? വയനാട് അല്ലേ, വയനാട് വന്യജീവി സങ്കേതം. നാഷണൽ പാർക്കുകൾ, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് അല്ലേ, വന്യജീവി സംരക്ഷണം. അതോടൊപ്പം പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, റിസോഴ്സസ്, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, അതുപോലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ സംരക്ഷിക്കുക. എക്സാമ്പിൾ എന്താണ്? സൈലന്റ് വാലി എഴുതാം അല്ലേ. അടുത്ത് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ കൺസർവേഷൻ വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം. പിന്നെയോ ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ് അല്ലേ, ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങൾ. എക്സാമ്പിൾ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് അല്ലേ, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്ത് ബയോസ്ഫിയർ റിസർവ് ആണ്. ബയോസ്ഫിയർ റിസർവുകൾ ടു പ്രൊട്ടക്ട് വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റം, പ്രൊട്ടക്ഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിസോഴ്സസ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും അതുപോലെ ജനിതക സ്രോതസ്സുകളുടെയും സംരക്ഷണമാണ്. എക്സാമ്പിൾ എന്ത് പറയാം? അഗസ്ത്യമല, അഗസ്തിയാർ കൂടം. ഇനി നമ്മൾ പഠിക്കുന്നത് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. എക്സിറ്റു കൺസർവേഷൻ എന്താണ്? ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറമേ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന രീതി അല്ലേ. അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ഗാർഡനുകൾ. സുവോളജിക്കൽ ഗാർഡൻസ് ആർ കൺസർവേഷൻ സെൻറ്റേഴ്സ് വെയർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് and housed separately and where necessary arrangements are made available for their reproduction. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. മനസ്സിലായോ? They also function as conservation centers of organisms which have become extinct in wild. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകളുണ്ട്. There are zoological gardens at തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ ഇൻ കേരള. മനസ്സിലായല്ലോ? അപ്പോൾ സുവോളജിക്കൽ ഗാർഡനുകൾ എന്നാൽ എന്താണ്? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ് സുവോളജിക്കൽ ഗാർഡൻ? കേരളത്തിൽ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, അതുപോലെ തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകളുണ്ട്. ഈ ജന്തുക്കളെ മാത്രമല്ല, ഡൈവേഴ്സ് സ്പീഷീസിലുള്ള പ്ലാന്റ്സിനെയും ഈ എക്സിറ്റു കൺസർവേഷൻ വഴി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ്
Botanical gardens. These are wide research centers where rare and important plants of diverse species are protected. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. We can identify many plants and get more information about them by visiting a botanical garden. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് പാലോഡ് ഇൻ തിരുവനന്തപുരം ആൻഡ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ഒളവണ്ണ ഇൻ കോഴിക്കോട് ആർ എക്സാമ്പിൾസ്. എന്താണ്? തിരുവനന്തപുരത്തെ പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ കോഴിക്കോട് ഒളവണ്ണയിൽ പ്രവർത്തിക്കുന്ന മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനും ഇതിന് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന്. വിവിധ സ്പീഷീസിലുള്ള സസ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൺസർവേഷൻ മെത്തേഡാണ്. ഇനി ജീൻ ബാങ്ക്സ് ആണ്. ജീൻ ബാങ്കുകൾ. എന്താണ് ജീൻ ബാങ്കുകൾ? These are research centers with facilities to collect seeds and gametes to preserve them for a long time. Organisms can be recreated out of them whenever required. Rajiv Gandhi Center for Biotechnology at Thiruvananthapuram is an example. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. മനസ്സിലായോ? റീക്രിയേറ്റ് ചെയ്യാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കിന് എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ നിന്നുള്ള ഇൻഡിക്കേറ്റേഴ്സിന് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ? ഈ എക്സിറ്റു മെത്തേഡിൻ്റെ എക്സിറ്റു സംരക്ഷണ രീതിയുടെ സാധ്യതകൾ അല്ലെ, സ്കോപ്പ് എന്താണ്, പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇൻ ദ കൺട്രോൾഡ് എക്കോസിസ്റ്റം ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊട്ടക്റ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അല്ലേ, ഒരു നിയന്ത്രണ ആവാസ വ്യവസ്ഥയ്ക്കു കീഴിൽ പ്ലാന്റ്സിനെയും അനിമൽസിനെയും സസ്യങ്ങളെയും ജന്തുക്കളെയും സംരക്ഷിക്കാൻ കഴിയുന്നു. ഇറ്റ് ഓൾസോ ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ജനറൽ പബ്ലിക് ടു ലേൺ അബൌട്ട് ദ ഓർഗാനിസം. ഇത് ജീവജാലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് ലഭിക്കാൻ അല്ലെ അവയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ അവസരമൊരുക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊട്ടക്ട് ദീസ് അനിമൽസ് ത്രൂ ജീൻ ബാങ്ക്. ജീൻ ബാങ്കുകൾ വഴി ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജീൻ ബാങ്ക്സ്? ജീൻ ബാങ്കുകളുടെ പ്രാധാന്യം എന്താണ്? ദീസ് ആർ റിസർച്ച് സെൻറ്റേഴ്സ് വിത്ത് ഫെസിലിറ്റീസ് ടു കളക്ട് സീഡ്സ് ആൻഡ് ഗമീറ്റ്സ് ടു പ്രിസർവ് ദം ഫോർ എ ലോങ് ടൈം. വിത്തുകൾ, അതുപോലെ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള എക്സിറ്റു ഇൻസിറ്റു മെത്തേഡ്സ് മനസ്സിലായി. മെനി ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഡിസൈൻഡ് ആൻഡ് കോർഡിനേറ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനും ഏകോപിപ്പിക്കാനുമായി സർക്കാർ തലത്തിലും അല്ലാതെയും നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ചില സംഘടനകളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടൂ. എന്താണ്? ലെറ്റ് us familiarize ourselves with some of the organizations and institutions at national and international levels. എന്താണ്? IUCN, International Union for Conservation of Nature. അല്ലേ? എന്താണത്? IUCN is a Switzerland based independent organization working for the protection of biodiversity. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. മനസ്സിലായോ? IUCNൻ്റെ സിമ്പൽ നോക്കൂ. അടുത്ത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ, WWF. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് WWF. Its headquarters is also in Switzerland. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ എന്നിവയാണ് WWFൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ,
പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അല്ലേ, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ. മനസ്സിലായോ? രണ്ടിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. അല്ലേ, സ്വിറ്റ്സർലാൻഡാണ് രണ്ട് സംഘടനകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി പരിസ്ഥിതി സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? വാട്ട് ക്യാൻ ഡു ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ? പ്ലാന്റ് സാപ്ലിങ്സ് ആൻഡ് നർച്ചർ ദം. അല്ലേ, വൃക്ഷത്തൈകൾ നട്ടു പരിപാലിക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഡയറക്ട്ലി. ഷെയർ ദ നോളജ് ഗാതേർഡ്. വനങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും പരമാവധി നേരിട്ടറിയാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയ അറിവുകൾ പങ്കുവയ്ക്കുക. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. പരിസരം ശുചിയായി സൂക്ഷിക്കുക. ടേക്ക് പാർട്ട് ഇൻ അവയർനെസ് പ്രോഗ്രാംസ്. ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളിയാവുക. ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ആക്ടിവിറ്റീസ് ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ. മലിനീകരണം തടയുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക. യൂട്ടിലൈസ് ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻ എ കൺട്രോൾഡ് മാനർ. പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. അല്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗം കൂടി നോക്കാം. ഇതാ നോക്കൂ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, സുവോ പ്ലാങ്ക്ടൺ, ഫിഷ്, സീൽ, ഷാർക്ക്. അല്ലേ, എന്താ ഫൈറ്റോ പ്ലാങ്ക്ടൺ? സമുദ്രങ്ങളിലും ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലൊക്കെ കാണപ്പെടുന്ന ആൽഗെ പോലുള്ള സസ്യങ്ങളാണ്, ചെറിയ സസ്യങ്ങളാണ്. സുവോ പ്ലാങ്ക്ടൺ ജന്തുപ്ലവകം, അതും ഈ സമുദ്രത്തിലൊക്കെ കാണുന്ന ചെറിയ ജലജീവികളാണ്. മനസ്സിലായോ? സുവോ പ്ലാങ്ക്ടൺ. പിന്നെ ഫിഷ്, സീൽ, സ്രാവ്. അല്ലേ, ഇൻ വിച്ച് ട്രോഫിക് ലെവൽ ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ ഓഫ് ദിസ് ഫുഡ് ചെയിൻ ഇൻക്ലൂഡഡ്. ഈ ആഹാര ശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ് എത്രാമത്തെ പോഷണ തലത്തിലാണ് ഉൾപ്പെടുന്നത്? സെക്കൻഡറി കൺസ്യൂമർ എന്താണ്? നമ്മൾ പറഞ്ഞു ദ്വിതീയ ഉപഭോക്താവ്. അല്ലേ, സസ്യങ്ങളെ ഭക്ഷിക്കുന്ന സസ്യാഹാരികൾ പ്രൈമറി കൺസ്യൂമറാണ്. ഈ സസ്യാഹാരികളെ ഭക്ഷിക്കുന്നതാണ് സെക്കൻഡറി കൺസ്യൂമർ, ദ്വിതീയ ഉപഭോക്താവ്. മാംസാഹാരികളാണ്. അല്ലേ, അങ്ങനെ നോക്കുമ്പോൾ ഫിഷാണ് ഇവിടെ സെക്കൻഡറി കൺസ്യൂമറായി വരുന്നത്. തേർഡ് ട്രോഫിക് ലെവൽ. അല്ലേ, മൂന്നാമത്തെ ട്രോഫിക് ലെവലിലാണ് സെക്കൻഡറി കൺസ്യൂമറായ ഫിഷ് ഉൾപ്പെടുന്നത്. റീറൈറ്റ് ദ ഫുഡ് ചെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഓർഗാനിസം ഇൻ ദ തേർഡ് ട്രോഫിക് ലെവൽ ഫിഗേഴ്സ് ഇൻ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. മൂന്നാം പോഷണതലത്തിലെ ജീവി രണ്ടാം പോഷണതലത്തിൽ വരത്തക്ക വിധം ആഹാര ശൃംഖല മാറ്റി എഴുതുക. അപ്പോൾ തേർഡ് ട്രോഫിക് ലെവലിൽ വന്ന ഫിഷ് എത്രാമത്തെ ട്രോഫിക് ലെവലിൽ വരണം? സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഫിഷ്, സീൽ, ഷാർക്ക്. അല്ലേ, സസ്യപ്ലവകം, മത്സ്യം, സീൽ, സ്രാവ്. സസ്യപ്ലവകങ്ങളെ മത്സ്യം കഴിക്കുന്നു, മത്സ്യത്തെ സീൽ കഴിക്കുന്നു, സീലിനെ സ്രാവ് കഴിക്കുന്നു. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. അതിനുള്ള ന്യായീകരണം എന്താണ്? ക്വാഗ, മലബാർ സിവറ്റ് കാറ്റ്, നീൽഗിരി താർ, ലയൺ ടെയിൽഡ് മക്കാക്ക്. അല്ലേ, ഇതിൽ ക്വാഗയാണ് ഓഡ് വൺ. കാരണം എന്താ? ക്വാഗ എന്ന് പറയുന്നത് ഒരു വംശനാശം സംഭവിച്ച ജീവിയാണ്. മറ്റുള്ളവയെല്ലാം വംശനാശ ഭീഷണിയിൽ നിൽക്കുന്ന അനിമൽസുമാണ്. അപ്പോൾ എന്തു പറയാം? ക്വാഗ ഈസ് ആൻ എക്സ്റ്റിങ്ക്ട് അനിമൽ. ദ അതേഴ്സ് ആർ ഇൻ ദ വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അടുത്ത് ഇരവികുളം, മതികെട്ടാൻ ചോല, പെരിയാർ, സൈലന്റ് വാലി. ഇതിൽ പെരിയാറാണ് ഓഡ് വൺ. കാരണം എന്താ? പെരിയാർ ഈസ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്നാൽ ദ അതേഴ്സ് ആർ നാഷണൽ പാർക്സ്. വന്യജീവി സങ്കേതമാണ് പെരിയാർ എന്ന് പറയുന്നത്, മറ്റുള്ളവ നാഷണൽ പാർക്കുകളാണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് റീറൈറ്റ് ഇഫ് ദർ ആർ എറേഴ്സ്. അല്ലേ, തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഒന്നാമത്തേത് നോക്കൂ, എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്കിൽ വംശനാശം സംഭവിച്ച ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചു എന്താ? എക്സ്റ്റിങ്ക്ട് അനിമൽസ് ആസ് വെൽ ആസ് ദ അനിമൽസ് വിച്ച് ആർ ഇൻ ദ വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റെഡ് ഡേറ്റ ബുക്ക്. വംശനാശം സംഭവിച്ചതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങളാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, WWF ഈസ് ആൻ ഓർഗനൈസേഷൻ വർക്കിംഗ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് WWF. ശരിയാണ് അല്ലേ? ഇത് അടുത്തത് നോക്കൂ, ജീൻ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സിറ്റു കൺസർവേഷൻ. ജീൻ ബാങ്കുകൾ എന്നിവ
ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടുന്നു. തെറ്റാണ് അല്ലേ? ജീൻ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എക്സിറ്റു കൺസർവേഷൻ മോഡ്യൂൾ അല്ലേ? എക്സിറ്റു കൺസർവേഷൻ രീതിയിലാണ് ഏത് ജീൻ ബാങ്കുകൾ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.